ഞാനിവിടെ വന്ന് കഴിഞ്ഞ കൊല്ലം 2025 സെപ്റ്റംബർ മാസത്തിലാണ് ഞാനിവിടെ വരാൻ കാരണം എൻ്റെ ഫ്രണ്ട് ഒരു ടീച്ചർ ലിസി ടീച്ചർ വഴിയായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മൂത്ത മകള് ജർമ്മൻ ഭാഷ പഠിക്കണ്ടായിരുന്നു. അപ്പോൾ അവൾ ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് B2 ലെവൽ വരെ പ്രാർത്ഥിച്ച് ഈശോയുടെ കൂടെ തന്നെയാണ് എല്ലാ പരീക്ഷകളും അവൾ എഴുതിയത്. അതിനുശേഷം ഒരു 10 മാസത്തോളം ഇൻ്റർവ്യൂ കിട്ടണില്ല. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, ഇവൾക്ക് മാത്രം കിട്ടില്ല, ബാക്കിയുള്ള കുട്ടികൾക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഇവൾ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലായി. അപ്പോൾ ഇവൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പ്രാർത്ഥനയും കുർബാനയൊന്നും മുടക്കില്ല. അപ്പോൾ ഞാനും മോളോട് പറയും, മോള് പ്രാർത്ഥിക്ക്, ദൈവം തരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടീച്ചറോട് ഞാൻ പറഞ്ഞ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അത് കിട്ടാണ്ട് വന്നപ്പോൾ ആ ഇൻടേക്ക് പോകാൻ പറ്റിയില്ല സെപ്റ്റംബർ. അപ്പോൾ പിന്നത്തെ ഒരു 6 മാസം കഴിഞ്ഞിട്ടതിന് ശേഷം പിന്നെ ഇൻടേക്ക് ഉള്ളൂ. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ നമുക്ക് പോയി നോക്കാം, പ്രാർത്ഥിക്കാം, അച്ഛനെ കാണാം, എൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇവിടെ നല്ലൊരു കൗൺസിലിംഗ് കിട്ടി. മോൾക്ക് നല്ല ബോധ്യങ്ങൾ വന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തി പ്രാർത്ഥിച്ച് പുലർച്ചെ ഞാനും എൻ്റെ മോളും എൻ്റെ രണ്ടാമത്തെ മോളും എല്ലാവരും മാറി ഞങ്ങൾ 3 മണി തൊട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്കറിയില്ല എവിടെ നിന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ മുമ്പ് കണ്ടുവരുന്ന ഒരു ഫ്രണ്ടാണ്. ആളൊരു ദിവസം എന്നെ വിളിക്കണം, നിൻ്റെ മോളെന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ പറഞ്ഞു, മോള് ഇങ്ങനെ ജർമ്മൻ ഭാഷ പഠിച്ച് ഇൻ്റർവ്യൂ കിട്ടണില്ല, അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമാണെന്നു. അപ്പോൾ നീ എന്തിനു വിഷമം, ഞാനൊരു നമ്പർ തരാം, എൻ്റെ മോളവിടെ പഠിക്കണേ ആ കോളേജിൽ. അപ്പോൾ ഞങ്ങൾക്കറിയായിരുന്നു ഇച്ചിരി നമുക്ക് അന്വേഷിക്കാൻ ആരില്ല ജർമ്മനിയിലൊന്നും. അപ്പോൾ ഞാൻ എൻ്റെ ഈശോയോട് പറയായിരുന്നു, ഈശോയെ നീ എനിക്ക് ഒരു പരിചയമുള്ള ആൾക്കാരുള്ളിടത്തേക്ക് എൻ്റെ മോളെ വിടണം, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ അറിവില്ലാത്തവരല്ലേ, ഈശോയുടെ അറിയുന്ന ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവണേ എന്ന് ഞാനങ്ങനെ പ്രാർത്ഥിച്ച് അതേപോലെ തന്നെ ആ കുട്ടി പഠിക്കുന്ന കോളേജിൽ തന്നെ ഒരു അഡ്മിഷൻ തന്നു. ഈശോ അനുഗ്രഹിച്ചു, അവൾ സുഖമായിട്ടിരിക്കുന്നു, ക്ലാസ്സും നല്ല രീതിയിൽ പോകണു, അവൾ ഭാഷയൊക്കെ എല്ലാം നല്ല രീതിയിലും. ഞാനെപ്പോഴും അവൾ പറയും, പ്രാർത്ഥിക്കണം, ദൈവം മാത്രമേ ഉള്ളൂ കൂടെ. അവിടെ കുർബാനയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ട്, എന്നാലും ഓൺലൈനിൽ കുർബാന കാണും. ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ കൂടെ അവിടെ ഓൺലൈനിൽ കൂടും. അങ്ങനെ നല്ലൊരു അനുഗ്രഹം ഈശോ തന്നു. അത് അച്ഛൻ ഞങ്ങൾക്ക് നല്ല ബോധ്യങ്ങൾ തന്നു. ആ ബോധ്യം ഞങ്ങൾ ഏറ്റെടുത്തിട്ട് വീട്ടിൽ മാറ്റങ്ങൾ വരുത്തി. അതിനുശേഷം ഭർത്താവിനും കൂട്ടി ഞാനിവിടെ വന്നു, ഭർത്താവും വന്നു. അതും ആൾക്കും നല്ല ബോധ്യങ്ങളായി, ആൾക്കും നല്ല മാറ്റങ്ങളും എല്ലാം സംഭവിച്ചു. ഈശോയ്ക്ക് നന്ദി, ഈശോയെ സ്തുതി.